പകുതി ഞാൻ കുടിച്ചു, ബാക്കി പകുതി സാറ് കുടിക്കാൻ. അയ്യോ അയ്യോ വേണ്ട, ഞാൻ കുടിച്ചതിന്റെ ബാക്കി സാറ് കുടിക്കാൻ പാടില്ല. ഓ, താൻ കുടിച്ചതിന്റെ ബാക്കിയല്ലേ ഞാൻ കുടിക്കും. സർ പറ്റില്ല, ഇത് എന്റെ അവകാശമാണ്. പാലിന് എന്തോ ഒരു രുചി വ്യത്യാസം പോലെ. രുചി വ്യത്യാസോ? എന്ത് വ്യത്യാസം? എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേക സ്വാദ്. തന്റെ ഓരോ തോന്നലേ. അഖിൽ സർ, എന്താടോ? ഒന്നുമില്ല, പെട്ടെന്ന് സാറിനെ വിളിക്കണം തോന്നി. വെറുതെ ഒരു തോന്നല്, അങ്ങനെ വിളിച്ചതാ. അതെന്താടോ പെട്ടെന്നൊരു തോന്നല്? ചിലപ്പോ നമ്മൾ ചിന്തിക്കുമല്ലോ, ഇനി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ. അതുപോലെ അഖിൽ സാർ എന്ന് ഇനി വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ തോന്നി, അങ്ങനെ വിളിച്ചതാ. തന്റെ ഓരോ തോന്നലുകള്. അമ്മേ, എന്താടാ? അമ്മേ, ആദ്യേട്ടന് ആ പെണ്ണുമായി എന്തോ ബന്ധമുണ്ട്, അത് ഉറപ്പായി കഴിഞ്ഞു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ആദ്യേട്ടൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. അമ്മേ, എനിക്ക് മനസ്സിലായി, ആദ്യേട്ടൻ ആ പെണ്ണിന്റെ വലയിലായി കഴിഞ്ഞു. മോനെ, ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് ഊഹിക്കുന്നത് പോലെയല്ല പലപ്പോഴും കാര്യങ്ങള്. അത് നീ മനസ്സിലാക്കണം. ആദ്യം അങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കില്ല. പക്ഷെ അമ്മേ, ഏത് മനുഷ്യരായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഇങ്ങനൊരു വിഷയം സ്വന്തം അമ്മയോട് സംസാരിക്കാൻ പാടില്ലാത്ത. പക്ഷെ അമ്മേ, കാര്യങ്ങൾ അമ്മ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നാളൊരു സമയത്ത് അമ്മയ്ക്ക് തോന്നരുതല്ലോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് എല്ലാം പറയുന്നത്. നീ എന്നോടെല്ലാം അറിയിക്കുന്നത് നല്ലത് തന്നെയാ. നല്ലതെന്നല്ല, എല്ലാം അറിയിക്കുക തന്നെ വേണം. പക്ഷേ ആദിയുടെ കാര്യത്തിൽ നിന്റെ ധാരണകളൊക്കെ തെറ്റാ. അയ്യോ അല്ല മേം, അല്ല. ഇന്ന് തന്നെ രാവിലെ ഞാൻ ആദ്യേട്ടനെ ഫോളോ ചെയ്തു. ഓഫീസിൽ പോകുന്ന ആള് വേറെ വഴിക്ക് തിരിഞ്ഞപ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്മേ, അത് അവളുടെ വീട്ടിലേക്കുള്ള വഴിയാണെന്ന്. മിററിൽ കൂടി ഏട്ടൻ എന്നെ കണ്ടു. എന്നിട്ട് ആദ്യേട്ടനെ പിടിച്ചില്ല, ഞാൻ പുറകെ പോയത്. ഞങ്ങൾ തമ്മിൽ വഴക്കായി. എന്താടാ മോനെ, നീ എന്തിനാ ആദ്യം ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? അമ്മേ, ഇത് കേൾക്കുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നേ. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടണമെന്നാണോ അമ്മ പറയുന്നേ? എടാ, അവൻ മുതിർന്നു കഴിഞ്ഞു, ഭർത്താവാണ്, ഒരു കുഞ്ഞുണ്ട്. അപ്പോ അവന്റെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളും. അവൻ തെറ്റായ വഴിയിൽ പോകാതെ അമൃത നോക്കിക്കോളും. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ നിനക്കോ എനിക്കോ അവകാശമില്ല. അമ്മേ, അങ്ങനെ ഒരു വീട്ടിൽ എല്ലാവരും കൂടെ താമസിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് സ്വകാര്യ അവകാശം വേണ്ട. അമ്മേ, അമ്മ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ ഏട്ടന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയാണെന്ന്. അമ്മേ, ഞാൻ ഏട്ടനെ രക്ഷിക്കാനല്ലേ അമ്മേ നോക്കുന്നേ? അല്ല മോനെ,
തിരിച്ചാ കാര്യങ്ങള്. ആദ്യം നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത്. അമ്മേ, ആലോചിച്ച് നിൽക്കാതെ അമ്മ കാര്യം എന്താന്ന് പറ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന്. ആദ്യം എനിക്ക് വിശ്വാസം. ഓ, അത് ശരി. അപ്പോ അമ്മ ഇപ്പൊ ഏട്ടന്റെ ഭാഗത്താണല്ലേ? ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കാം. അമ്മയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനൊരു മടിയുണ്ട്. എന്തൊക്കെയോ അമ്മ ഒളിക്കുന്ന പോലെ. ഞാനും തൊളിക്കാനാ. എനിക്ക് ഈ കുടുംബം സമാധാനത്തോടെ പോണം, അത്രേ ഉള്ളൂ. അമ്മമാരുടെ മാനസിക പ്രയാസങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല, മക്കൾക്കും മനസ്സിലാവില്ല. അമ്മേ, ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാകാതിരിക്കാനായിരിക്കും അമ്മ പലതും ഒളിക്കുന്നത്. പക്ഷേ ദേ, ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാം. ഞാൻ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇടപെടും. എന്താണ്? ഒന്നുമില്ല അച്ഛാ. എന്താ കാര്യം? അവനെന്താ ചൂടായ പോലെ സംസാരിച്ചു? ഏയ്, ഐശ്വര്യയുടെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. ഐശ്വര്യയുടെ എന്ത് കാര്യം? അല്ല, ഐശ്വര്യയുടെ ചില വാശികളൊക്കെ അറിയാലോ. ഫാമിലിയെ കാണാൻ ഉടനെ ദുബൈയിൽ പോണെന്ന് പറഞ്ഞെന്തോ ആണ് തർക്കം നടന്നത്. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആനന്ദേട്ടൻ എന്നാ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴേക്ക് ഫുഡ് എടുത്തു വയ്ക്കാം. ശ്യാമ കാരണോ ഞാൻ ഈ നിലയിലെത്തി. എന്തായാലും അശ്വതിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറയണം. അവൾ ഈ നാട്ടിൽ തുടരുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് ആപത്താ. ഇവളിതെവിടെ പോയി കിടക്കുക? അശ്വതി, അശ്വതി, ഡീ എവിടെയാടി? ഇറങ്ങി വാടി അശ്വതി. എന്താ സാറേ, എന്താ കാര്യം? ഇവളെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും ഞാൻ അറിഞ്ഞു. ദേ, ഈ നിൽക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ആദിത്യനല്ല, അരുണ. അയ്യോ, ആനന്ദ നിലയത്തിലെ അരുൺ. ഇതേ ഞാൻ എല്ലാരെയും അറിയിക്കാൻ പോവാ. ആനന്ദ നിലയത്തില് ഇന്ന് തന്നെ ന്യൂസ് എത്തും. സർ, അയ്യോ, എന്റെ ജീവിതം തകർക്കരുത്. നിന്റെ ജീവിതം മാത്രമല്ല, ദേ ആ ആനന്ദവർമ്മയുടെ കുടുംബവും തകരും. മോനെ, ഞങ്ങളെ ദ്രോഹിക്കല്ലേ? ഇല്ല, ദ്രോഹിക്കില്ല. ഞാനേ ഈ വാർത്ത ആരും അറിയിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഞാനേ അന്ന് ആവശ്യപ്പെട്ട കാര്യം നടത്തി തരണം. എന്താണ്? അതെ, ഇവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അമ്മേ, എന്താ അമ്മേ? എന്താ? എന്തു പറ്റി അമ്മേ? അമ്മേ, എന്തു പറ്റി? എന്താ മോളെ, എന്തു പറ്റി? അമ്മ, ഞാനൊരു സ്വപ്നം കണ്ടതാ. പകല് മുഴുവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി അതിന്റെ ഫലം രാത്രി കിട്ടുമെന്ന്. അമ്മ, ഞാൻ ആ ജയേഷ് വരുന്നതായിട്ടാ സ്വപ്നം കണ്ടത്. അയാള് ഭീഷണി പോലെ എന്തൊക്കെയോ പറഞ്ഞു. അമ്മേ, എനിക്ക് പേടിയാവുന്നു.
മോള് പേടിക്കണ്ട. ഈശ്വര, ഈ പേടി ഓട്ടോ ഒക്കെ കണ്ടു മടുത്തു. മോളെ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം. നീ തന്നെ ഇടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ എങ്ങോട്ടെങ്കിലും പോവാന്ന്? അതിനെക്കുറിച്ച് ആലോചിക്കാമേ. വരട്ടെ. എന്താ അമ്മേ, എന്തിനാ അമ്മയെ മുത്തശ്ശിയെ എപ്പോഴും വിഷമിക്കുന്നേ? നമുക്ക് ആരുമില്ല മോളെ, അതിന്റെ വിഷമോ? നമുക്ക് അരുണങ്കിളുണ്ടല്ലോ. നീ എന്താ പറഞ്ഞ? അരുണങ്കിള്. അരുണങ്കിള്? അന്ന് നമ്മൾ ശ്യാമാൻറ്റിയുടെ വീട്ടിൽ പോയില്ലേ, അവിടുത്തെ അരുണങ്കിള്. ആ അങ്കിള് നല്ല അങ്കിളാ. അമ്മ ഇപ്പൊ സ്വപ്നം കണ്ടതുപോലെ ഞാനും ആ അങ്കിളിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നാ പിന്നെ നീ അവിടെ പോയി താമസിച്ചോ. മുത്തശ്ശി എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഒന്നുമില്ല മോളെ, മുത്തശ്ശി വെറുതെ ഓരോന്ന് പറയുന്നതാ. മോളെ, ഞാൻ പറയുന്ന ഒന്നും വെറുതെ അല്ല, കാര്യമായിട്ട് തന്നെയാ. അശ്വതി നോക്ക്, നിന്റെ ഭാവിയെക്കുറിച്ച് നീ തന്നെ ആലോചിക്ക്. എനിക്ക് തോന്നുന്നത് നീ സ്വപ്നം കണ്ടതല്ല, നിന്നെ സ്വപ്നം കാണിച്ചതാന്നാ ദൈവമായിട്ട്. ആ ജയേഷിന് നിന്നെ വലിയ കാര്യ മോളെ. ജഗന്നാഥ സാറും മായ മാഡവും കൂടി ഇവിടെ വന്ന് ആലോചിച്ചതല്ലേ. നീ ഒന്ന് പറഞ്ഞാ മതി. അമ്മ ഇന്ന് വെറുതെ ഇരിക്കോ? ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, തീർന്നില്ലേ? ഞാനൊന്നും പറയുന്നില്ല. ഇനി അവിടുന്ന് ആരെങ്കിലും ആലോചനയായിട്ട് വന്നാ ഞാൻ അങ്ങ് വാക്കു കൊടുക്കും, പറഞ്ഞേക്കാം. അമ്മേ, അമ്മയുടെ പേടി മാറിയോ? മാറി മോളെ. അമ്മ എന്ത് സ്വപ്നം കണ്ടേ? ഒന്നുമില്ല കേട്ടോ, മോൾ ഉറങ്ങിക്കോ. അരുണങ്കിളിന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ വഴക്കു പറഞ്ഞ എന്തിനാ? ഒന്നുമില്ല മോളെ, മോൾ ഉറങ്ങിക്കോ. ഒറ്റ ദിവസേ കണ്ടോളൂ, പക്ഷെ എനിക്ക് ആ അങ്കിളിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടല്ലേ അങ്കിളിനെ? മോൾ ഉറങ്ങിക്കോ. ഇന്ന് റെക്കോർഡിംഗ്, അതിന്റെ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ശ്യാമയ്ക്ക്. ഇന്നത്തെ പാട്ട് കൃഷ്ണ തുളസിയുടെ ആദ്യത്തെ ആൽബത്തേക്കാൾ ഹിറ്റാവും. ഗുഡ് മോർണിംഗ്. ഒരാള് ഗുഡ് മോർണിംഗ് പറഞ്ഞ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയണ്ടേ? ഗുഡ് മോർണിംഗ്. അത് ശരി, രാവിലെ തന്നെ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? എന്താടോ, താൻ എന്നെ പേടിപ്പിക്കാൻ നോക്കാണോ? എന്താടോ, സംസാരിക്കാൻ പറ്റുന്നില്ലേ? ശ്യാമേ, എന്താ എന്താ ശ്യാമേ? ഒന്നുമില്ല.
പേടിക്കാതെ. തൊണ്ടയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. തണുപ്പല്ലേ, തൊണ്ട അടഞ്ഞതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യ്, ശബ്ദം വരും. ടെൻഷൻ ആവല്ലേ ശമേ, ഒന്ന് ശ്രമിച്ചാ മതി. ശബ്ദം വരും ശമേ, ശ്രമിച്ചു നോക്ക് ശമേ. പേടിക്കല്ലേ, ഒന്ന് ശ്യാമയ്ക്ക് സംസാരിക്കാൻ പറ്റും. ദേ, കണ്ടില്ലേ തന്റെ കൃഷ്ണനെ എന്ന് വിളിക്കേ. ഒന്നുകൂടെ ട്രൈ ചെയ്യ്. ശ്രമിക്കൂ, ഒന്നുകൂടെ ശ്രമിക്കൂ. അഖിൽ സാറിന്ന് വിളിക്കേ. ശ്യാമ ശ്രമിക്കേ. ഒന്നുമില്ല ഞാനിവിടെ ഇരിക്കും. ഞാനിപ്പോ വരാം. കൃഷ്ണ, എന്റെ ശ്യാമയ്ക്ക് ഒരു അബദ്ധം വരുത്തരുതേ. ശ്യാമയുടെ ശബ്ദം പോയത് തൽക്കാലത്തേക്ക് സംഭവിച്ചൊരു തടസ്സം മാത്രമാവണേ. ശ്യാമ നിന്റെ എത്ര വലിയ ഭക്തനാണെന്നറിയാലോ. അവളെ കൈവിട്ട് കളയരുതേ കൃഷ്ണ. ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട് മാഡം? ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഇവനെന്താ ഫോൺ എടുക്കാത്തെ? അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അതൊന്നും വേണ്ടമ്മേ, ഞാൻ പറയാം. ഇത് അവളുടെ അടവാ, ഉറപ്പാ. ഐശ്വര്യ, ആദ്യമായിട്ടും വെറുതെ എന്നോട് ചൂടാവുന്നത് എന്തിനാ? ഇത് അവളുടെ തന്ത്രം തന്നെയാ. അവളുടെ താലികെട്ട് മുടങ്ങി,
പിന്നെ ആ മായം ചേർക്കൽ കേസ് കാരണം കുറച്ച് നാണക്കേടുമായി. അതിന്നൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം. അവൾക്ക് സഹതാപം കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രം. ഐശ്വര്യ, അങ്ങനെയൊന്നും സംസാരിക്കണ്ട. അമ്മേ, ഞാൻ പറയുന്നത് വാസ്തവാ. അമ്മ നോക്കിക്കോ, അവൾ എന്തോ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നാടകം ഇത്. എന്റെ ഐശ്വര്യം ഒന്നും മിണ്ടാതിരിക്കുക. അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എടാ, കുറച്ചുകൂടി നോക്കാം. ഏത് ആശുപത്രിയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത്. അക്കിയൊന്ന് വിളിക്കട്ടെ.